പ്രിയപ്പെട്ട IPCയിലെ ദൈവജനങ്ങളെ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ഓരോ ദിവസവും സ്ഫോടനാത്മകമായ പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഡോക്ടർ വത്സൻ എബ്രഹാം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള പ്രെസ്ബിറ്ററിയുടെ കീഴിലുള്ള തിരുവനന്തപുരം താബോർ ചർച്ചിൽ അനധികൃതമായിട്ട് ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ പാഴ്സനേജിൽ പാതിരാത്രിയിൽ കയറ്റിവിടുകയും കോടതി ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ അവിടുന്ന് ഗത്യന്തരമില്ലാതെ ഒഴിഞ്ഞുപോയ സാഹചര്യം നിലവിലുണ്ട്. ഓരോ ദിവസവും ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് IPCയുടെ ആധാരം വരെ അടിച്ചു മാറ്റിയ ഡോക്ടർ വത്സൻ എബ്രഹാം പുതിയ ഓരോ ദിവസവും ഓരോ കത്തുകൾ ആ സഭയ്ക്കെതിരെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അത് കോടതി അലക്ഷ്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കത്തുകൾ കണ്ടാൽ നമ്മൾ ചിന്തിക്കുന്നത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ED ആണോ CBI ആണോ ഇദ്ദേഹം എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെ വ്യാജവും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ എല്ലാ നിലയിലുള്ള ഭരണസാരഥ്യവും അട്ടിമറിക്കപ്പെട്ട് IPCയെ മൂടോടെ തൻ്റെ കാൽക്കീഴിൽ ചവിട്ടി ഞെരിക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ ഇതുപോലുള്ളതായ കത്തുകൾ ഇറക്കി പാവപ്പെട്ട വിശ്വാസികളെ തമ്മിലടിപ്പിക്കുകയും പാവപ്പെട്ട വിശ്വാസികളെ ഭയപ്പെടുത്തുകയും ആരാധനാലയങ്ങൾ സർക്കാരിനെ കൊണ്ട് പൂട്ടിക്കുന്ന നിലവാരത്തിലേക്ക് ഇദ്ദേഹം ദൈനംദിനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. സാധാരണഗതിയിൽ ഇതുവരെ IPCയുടെ കത്ത് എന്ന് പറഞ്ഞുള്ള നിലയിൽ ഇത് ഇറക്കുമ്പോൾ അതിനകത്ത് ഒപ്പിടുന്നത് ഡോക്ടർ വത്സൻ എബ്രഹാം, ജനറൽ പ്രസിഡന്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഡോക്ടർ ബേബി വർഗീസ്, ജനറൽ സെക്രട്ടറി എന്ന് പറയും. ഇങ്ങനെയായിരുന്നു സാധാരണ ഒരു കത്തിറക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ബേബി വർഗീസിനെ മൂലക്കിരുത്തിക്കൊണ്ട് ഡോക്ടർ വത്സൻ നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട്, അതായത് കോടതിയിൽ ഇയാൾക്കെതിരെ താബോർ സഭ തിരുവനന്തപുരം മുനിസിപ്പൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ ആ കേസിനെ അസ്ഥിരപ്പെടുത്തുവാൻ, ആ കേസിനെ പരാജയപ്പെടുത്തുവാനുള്ള കുത്സിത ശ്രമങ്ങളുടെ ഭാഗമായി ആ സഭയിൽ അഴിമതി ആരോപണങ്ങൾ വെച്ചുകൊണ്ട്, അതായത് ഒരു EDയുടെ അന്വേഷണം എങ്ങനെയാണെന്ന് നടക്കുന്നത്, അതാണ് ഈ മനുഷ്യൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് സമാനമായ നിലയിൽ അവിടെ വമ്പിച്ച ആരോപണങ്ങൾ ആ സഭയ്ക്കെതിരെ പറയുക, അത് രേഖകളിലൂടെ ആക്കുകയും അതിനുശേഷം ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള നിലയിലും അവിടുത്തെ കമ്മിറ്റി, അതുപോലെ തന്നെ അവിടെ 16 ലക്ഷം രൂപ അവർ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ള നിലയിൽ വ്യാജമായി ഒരു കത്തിറക്കിക്കൊണ്ട് ഈ മനുഷ്യൻ ആ സഭയെ തകർക്കാനുള്ളതായ ശ്രമങ്ങൾ നടത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ബിനാമി സംഘത്തെ, അതിനകത്ത് കമ്മീഷൻ അംഗങ്ങളായി വെച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ച് അവരുടെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ദൈവജനത്തിന് കൃത്യമായിട്ടറിയാം, സഭാജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ആ വ്യാജമായിട്ട് അവിടെ ഒരു കമ്മീഷനെ നിശ്ചയിച്ചുകൊണ്ട് വീണ്ടും അവിടെ കടന്നുകൂടാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഡോക്ടർ വത്സൻ എബ്രഹാമിനോട് എനിക്കൊരു കാര്യം പറയാനേ ഉള്ളൂ. താങ്കൾ അമേരിക്കയിൽ നിന്ന് വന്ന് ഈ ആളുകളെ കമ്മീഷനെ വെച്ചുകൊണ്ട് വരുമ്പോൾ വെമ്പായത്ത് വെച്ച് തന്നെ നിങ്ങളെ കോടതി തടയേണ്ടി വരും. ആ താബോർ സഭ അതിന് ആർജവമുള്ളവരാണ്. വളരെ നിഷ്പക്ഷവും നീതിപൂർവവും ദൈവികവുമായുള്ള ആ സഭാപ്രവർത്തനങ്ങൾ സഭ ദൈവത്തിൻ്റെതാണെങ്കിൽ താങ്കൾ വെമ്പായത്ത് വരുമ്പം തന്നെ ഈ ഉത്തരവും കൊണ്ട് മടങ്ങിപ്പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട കർത്തൃദാസന്മാരോടും വിശ്വാസികളോടും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ നീചപ്രവർത്തി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകൾ, പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ തകർക്കുവാൻ കെട്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകൾ, ഇവർ ഇതിനപ്പുറവുമായ വലിയ ദുഷ്ടാത്മ സേനയുമായി കടന്നു വരും. അവരെ സൂക്ഷിക്കുക.